നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും ഒക്കെയുള്ള നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൾബുകൾ തന്നെ ഇനി ആൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മുടെ സാധാരണ ബൾബ് ആൾ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസർ ഹോൾഡർ ആണിത്. ഇത് ത്രെഡ് ടൈപ്പ് ആണ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ ത്രെഡ് ടൈപ്പ് ബൾബുകൾ ഉപയോഗിക്കാം. ഇനി നമ്മുടെ സാധാരണ ബൾബുകളാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ത്രെഡ് ടൈപ്പ് സാധാരണ ബൾബ് ഇടാനുള്ള ഹോൾഡറാക്കി മാറ്റാനുള്ള ഒരു അഡാപ്റ്റർ കൂടി കിട്ടുന്നുണ്ട്. അത് ഇതുപോലെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സാധാരണ പോലെ തന്നെ സാധാരണ ബൾബുകൾ ഉപയോഗിക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഈ ഹോൾഡറിലേക്ക് സാധാരണ ബൾബാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കേണ്ട ആവശ്യം? സാധാരണ ഒരു സെൻസർ ബൾബ് വാങ്ങിയാൽ പോലെ ഇങ്ങനെ ഹോൾഡറൊക്കെ മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ, അതിനൊക്കെയുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് ഈ സെൻസർ ഹോൾഡറിൽ 2 സ്വിച്ചുകൾ കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സെൻസർ ഹോൾഡറിലേക്ക് സപ്ലൈ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ ആകെ 2 കണക്ഷനുകളാണുള്ളത്. അതിലേക്ക് നേരിട്ട് തന്നെ നമ്മുടെ ഹോൾഡറിലേക്ക് വരുന്ന സപ്ലൈ കൊടുത്താൽ മതി. ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ സാധാരണ ഹോൾഡർ ഊരിയെടുത്തിട്ട് ഈ ഹോൾഡർ അവിടെ ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് വരുന്ന 2 കണക്ഷനുകളാണ് നമ്മൾ ഈ 2 വയറിലേക്ക് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ഇതിന്റെ വർക്കിംഗ് എല്ലാം കാണിച്ചുകൊണ്ട് ഇതിന്റെ യൂസർ മാനുവലും ഉണ്ട്. എല്ലാ സംശയങ്ങളും നമുക്ക് അതിൽ നോക്കിയിട്ട് തീർക്കാവുന്നതുമാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് 230 വോൾട്ട് AC സപ്ലൈ നേരിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ന്യൂട്രൽ ഫേസ് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. വയറുകൾ പരസ്പരം മാറിപ്പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഷോർട്ട് ആകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇതിന്റെ 2 കണക്ഷനുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. ഞാനിവിടെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരിട്ട് 230 വോൾട്ട് AC സപ്ലൈ കൊടുക്കുകയാണ്. അതിന്റെ ഇടയിൽ വേറെ ഡ്രൈവറുകളോ അഡാപ്റ്ററുകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നേരിട്ട് തന്നെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, നമ്മുടെ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പ്രകാശിച്ചിട്ട് അപ്പോൾ തന്നെ ഓഫായി പോകും. പിന്നെ ഇതിന്റെ 3 മീറ്റർ പരിധിയിൽ എന്തെങ്കിലും ചലനം, ആളുകളോ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചലനം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചലനം ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിൽ 2 സ്വിച്ചുകളുണ്ട്. അതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സെറ്റ് ചെയ്ത സമയം എത്തുമ്പോൾ ചലനമില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. ഇതിൽ സെറ്റ് ചെയ്യാൻ ആകെ 2 സ്വിച്ചുകളാണുള്ളത്. ഒന്നാമത്തേത് വരുന്നത് ലൈറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇത് പകലും രാത്രിയും വർക്ക് ചെയ്യുന്ന രീതിയിലും രാത്രി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലും ഒരു മീഡിയം ഇരുട്ടാവുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലുമൊക്കെ ഇത് സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് സ്വിച്ച് നീക്കി കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് ഒരു ടൈമിന്റെ സ്വിച്ച് ആണ്. അതിൽ നമുക്ക് 10 സെക്കൻഡ്, 60 സെക്കൻഡ്, 5 മിനിറ്റ് അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. അതിൽ ഏത് ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ 10 സെക്കൻഡാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഇത് ചലനം ഡിറ്റക്ട് ചെയ്ത് ഈ ലൈറ്റ് വർക്ക് ചെയ്തതിന് ശേഷം 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവിടെ മറ്റു ചലനമൊന്നുമില്ലെങ്കിൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. ഇനി 5 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ 5 മിനിറ്റ് വരെ ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടിരിക്കും. ശേഷം അവിടെ ചലനമൊന്നുമില്ലെങ്കിലാണ് ലൈറ്റ് ഓഫായി പോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഹോൾഡർ മാറ്റിയിട്ട് ഈ സെൻസർ ഹോൾഡർ ആക്കുന്നതിന് പകരം സാധാരണ ബൾബ് മാറ്റിയിട്ട് സെൻസർ ബൾബ് ആക്കിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിതുപോലെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡാർക്ക്നെസ്സും അതും ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. രാത്രി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലും പകലും രാത്രിയും വർക്ക് ചെയ്യുന്ന രീതിയിലും ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മാർക്കറ്റിൽ സാധാരണ വാങ്ങാൻ കിട്ടുന്ന സെൻസർ ബൾബുകളൊക്കെ മാക്സിമം 10 വാട്ട് വരെയൊക്കെയാണ് പ്രകാശം കിട്ടുന്നത്. ഈ ഹോൾഡറിലാവുമ്പോൾ നമുക്ക് ഹെവി ബൾബുകളൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല, ആ സെൻസർ ബൾബുകളിൽ ഉപയോഗിക്കുന്നത് റഡാർ മോഷൻ സെൻസർ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ചലനത്തിനും അത് വർക്ക് ചെയ്യും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു വലിയ രീതിയിൽ ഈ 5 മീറ്റർ പരിധിയിൽ മരങ്ങളോ എന്തെങ്കിലുമൊക്കെ കാറ്റത്തൊക്കെ ആടുന്നുണ്ടെങ്കിലൊക്കെ ഇത് സെൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ഈ സെൻസർ ഹോൾഡറിലാണെങ്കിൽ ഇതിലുപയോഗിക്കുന്നത് PIR മോഷൻ സെൻസർ ടെക്നോളജിയാണ്. അതിൽ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ വലിയ മൃഗങ്ങളുടെയൊക്കെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ട് മൃഗങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ വരുമ്പോൾ മാത്രമാണ് ഈ സെൻസർ ഹോൾഡറിലുള്ള സെൻസർ വർക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഈ സെൻസർ ഹോൾഡറിൽ നമുക്ക് മാക്സിമം 60 വാട്ട് വരെയുള്ള ലോഡ് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിപ്പോൾ ഇവിടെ 50 വാട്ടിന്റെ വലിയൊരു ബൾബാണ് ഇതിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെവി ലൈറ്റ് ഒക്കെ വേണ്ട സ്ഥലങ്ങളിലേക്ക് ഈ സെൻസർ ഹോൾഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വലിയ ബൾബൊക്കെ ഉപയോഗിച്ചിട്ട് പ്രകാശം പരത്താൻ പറ്റും. ഇതുപോലത്തെ സെൻസറുകൾ പല ടൈപ്പിലുള്ളതും നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം, ഇതൊരു റഡാർ മോഷൻ സെൻസർ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സെൻസർ സ്വിച്ച് ആണ്. അതുപോലെ തന്നെ PIR മോഷൻ സെൻസർ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന പല ടൈപ്പുകളുണ്ട്. ഇതിന്റെ പലതിന്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ബൾബുകളാണെങ്കിലും അത് നമുക്ക് സെൻസർ ബൾബായിട്ട്, അതായത് ബാത്റൂമിലും പോർച്ചിലും അതുപോലെ സ്റ്റെയർ കേസിലൊക്കെ ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് വരുന്നത് ഈ സെൻസർ ബൾബിൽ തന്നെ അലാറമുള്ള ടൈപ്പ് ഉണ്ട്. അതാണ് നമ്മൾ പട്ടിയും പൂച്ചയൊക്കെ വരുമ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന നല്ല റിസൾട്ട് ഉള്ള ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പോർച്ചിലൊക്കെ ഉള്ള പുറത്തുള്ള ലൈറ്റുകൾ രാത്രി ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡേ നൈറ്റ് സെൻസർ സ്വിച്ചുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പറ്റിയ രീതിയിലുള്ള സെൻസറുകൾ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇന്ത്യയിൽ എവിടേക്കും കൊറിയറായിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്